ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് ഗൈഡ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇൻഷുറൻസ് എന്താണെന്നും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി നോക്കാം. ഇൻഷുറൻസ് ഈസ് എ ഫോം ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ റിസ്ക് മാനേജ്മെൻറ്റ്, നഷ്ടസാധ്യത കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഉപാധിയാണ് ഇൻഷുറൻസ്. പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ ലോസ്, സാമ്പത്തിക നഷ്ടം. ഒരാൾക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വ്യവസ്ഥയാണ് ഇൻഷുറൻസ്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഇൻഷുർഡ്. ആരാണോ അപകടത്തിൽ നിന്ന് രക്ഷ തേടുന്നതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് അവരാണ് ഇൻഷുർഡ്. അവർ ചിലപ്പോൾ അവരുടെ ലൈഫിന് വേണ്ടിയിട്ടാവും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ സ്വത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാവും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവുക. ഇൻഷുർഡ് എന്നുള്ളത് വ്യക്തികളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ ആവാം. നെക്സ്റ്റ് വൺ ആണ് ഇൻഷുറർ. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ അത് സ്ഥാപനങ്ങളാവും. അവരായിരിക്കും നഷ്ടസാധ്യത ഇൻഷുർ ചെയ്യുന്നത്. അതായത് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ എന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നൽകും. ഇൻഷുറൻസ് കമ്പനികൾക്ക് എക്സാമ്പിളാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LIC, കൊഡാക് ലൈഫ്. നെക്സ്റ്റ്, പ്രീമിയം. പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇൻഷുർഡ്, ആരാണ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആൾ, അവർ ഇൻഷുറർക്ക് നൽകുന്ന അവരുടെ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി ഇൻഷുറർക്ക് നൽകുന്ന എമൗണ്ട് ആണ് പ്രീമിയം. നെക്സ്റ്റ്, പോളിസി. പോളിസി എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഡോക്യുമെൻ്റ്, എഴുതിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും. എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നിബന്ധനകളൊക്കെയാണ് ഇൻഷുറൻസിൽ ഫോളോ ചെയ്യേണ്ടത് എന്ന് എഴുതി വെച്ചിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആയിരിക്കും പോളിസി. നെക്സ്റ്റ്, സബ്ജക്റ്റ് മാറ്റർ. ഇൻഷുറൻസിൽ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ അത് ഇൻഷുർഡ്, ആ വ്യക്തിയുടെ ജീവൻ, ലൈഫാവാം, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി, അവരുടെ സ്വത്താവാം, ഇവക്കൊക്കെ ആയിരിക്കും ഇൻഷുറൻസ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇൻഷുറൻസിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ്. അത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു കരാറാണ് ഇൻഷുർഡ് ആൻഡ് ഇൻഷുറർ. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ആ ഇൻഷുറൻസ് എടുക്കുന്ന ആൾ, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി, അവരുടെ സ്വത്തിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയോ അല്ലെങ്കിൽ നശിച്ചു പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനുണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടം പരിഹരിച്ച് നൽകാമെന്ന് ഇൻഷുറൻസ് കമ്പനി അഗ്രി ചെയ്യാണ്, സമ്മതിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിൻ്റെ കയ്യിൽ നിന്ന് ചെറിയ എമൗണ്ട് ഓരോ സമയങ്ങളിൽ ഈടാക്കും. അതിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപകടം എന്ന് പറയുമ്പോൾ സാധനങ്ങൾക്കാണെങ്കിൽ അത് കത്തി നശിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുക, ആരെങ്കിലും സാധനം മോഷ്ടിച്ച് കൊണ്ടുപോവുക. ഇനി ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, പ്രൊവൈഡ് എ സെർട്ടനിറ്റി, നഷ്ടപരിഹാരം ഉറപ്പ് നൽകുന്നു. ഇത് പറയുന്നത് ഭാവിയിൽ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് ഇൻഷുറൻസ് നൽകും. നെക്സ്റ്റ്, പ്രൊട്ടക്ഷൻ, സംരക്ഷണം. ഇൻഷുറൻസിലൂടെ നഷ്ടം തടയാനൊന്നും സാധിക്കില്ല, എന്നാൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കോമ്പൻസേറ്റ്, നഷ്ടപരിഹാരത്തിലൂടെ നികത്തിയെടുക്കാൻ കഴിയും. നെക്സ്റ്റ്, റിസ്ക് ഷെയറിംഗ്, നഷ്ടസാധ്യത പങ്കുവെക്കുന്നു. ഇതിൽ പറയുന്നത് ഒരുപാട് ആളുകൾ പ്രീമിയം നൽകുന്നതിലൂടെ ആ തുകയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ ഇൻഷുറൻസിലൂടെ ആ നഷ്ടസാധ്യത എല്ലാവരും കൂടി പങ്കുവെക്കും. ലാസ്റ്റ്, അസിസ്റ്റിംഗ് ക്യാപിറ്റൽ ഫോർമേഷൻ, മൂലധന സ്വരൂപണത്തിന് സഹായിക്കും. പ്രീമിയത്തിലൂടെ പിരിച്ചെടുക്കുന്ന തുക ഇൻഷുറൻസ് കമ്പനികൾക്ക് വിവിധ പദ്ധതികളിൽ നിക്ഷേപിക്കാൻ കഴിയും, ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ പ്രീമിയം ഒക്കെ ക്യാപിറ്റലായിട്ട് മാറും. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിൻ്റെ തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രാക്ട് ഓഫ് ഉപരിമ ഫിഡെ, ഉത്തമ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കരാറാണ് ഇൻഷുറൻസ്. അതുകൊണ്ട് തന്നെ ഇൻഷുററും ഇൻഷുർഡും, ഇൻഷുറൻസ് നൽകുന്ന ആളും അത് എടുത്തിട്ടുള്ള ആളും ഒക്കെ ഉത്തമ വിശ്വാസത്തിലായിരിക്കണം ഇടപാടുകൾ നടത്തേണ്ടത്. ഇവിടെ ഇൻഷുറൻസ് എടുക്കുന്ന ആൾ എന്തിൻ്റെ മുകളിലാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള കൃത്യവും സമ്പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇൻഷുറർക്ക് നൽകണം. അതുപോലെ തന്നെ ഇൻഷുറൻസ് നൽകുന്ന ആൾ കരാറിനെക്കുറിച്ചും ലഭ്യമായേക്കുന്ന നഷ്ടപരിഹാരത്തെക്കുറിച്ചുമൊക്കെ രേഖാമൂലം ഇൻഷുർഡിന് വ്യക്തമായിട്ട് തന്നെ വിശദീകരിച്ച് നൽകണം. അങ്ങനെ എന്തെങ്കിലും കാര്യം വ്യക്തമാക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ്, ആ കരാറ് അസാധുവായി പോകും. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഷുർ ചെയ്യാനുള്ള താല്പര്യം. ഒരാൾ ഒരു വസ്തുവിൻ്റെ മുകളിൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് അത് ഇൻഷുർ ചെയ്യാനുള്ള താല്പര്യമുണ്ടായിരിക്കണം. അതായത് ഒരാൾ ഒരു പക്ഷേ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളുടെ മുകളിലേക്ക് ആവാം. അതിലൊക്കെയുള്ള സാമ്പത്തിക താല്പര്യങ്ങളെയാണ് ഇവിടെ ഇൻഷുർ ചെയ്യേണ്ടത്.
അതായത് ഒരാൾക്കൊരു വസ്തു ഇൻഷൂർ ചെയ്യാനുള്ള താല്പര്യമുണ്ട് എന്ന് പറയുന്നത് ആ വസ്തു സേഫ് ആയിരിക്കുന്നത് കൊണ്ട് അയാൾക്ക് ബെനിഫിറ്റും അതുപോലെ തന്നെ ഡാമേജ് നശിച്ചു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് സാമ്പത്തിക നഷ്ടം സഹിക്കുമ്പോഴാണ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇൻഡെംനിറ്റി, നഷ്ടത്തിനുള്ള ഉത്തരവാദിത്വം. പ്രധാനമായിട്ടും ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ് ഇവയിലൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ എത്രയാണോ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ആ നഷ്ടം കണക്കാക്കിയതിന് ശേഷം ഇൻഷുറർ ആ എമൗണ്ട് മാത്രമായിരിക്കും ഇൻഷുർഡിന് നൽകുക. അതുകൊണ്ട് തന്നെ ഇൻഷുർ ചെയ്ത വസ്തുവിനുണ്ടാകുന്ന നഷ്ടം പണത്തിൽ അളക്കാൻ പറ്റുന്നതായിരിക്കണം. ഈ പ്രിൻസിപ്പിൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ ബാധകമല്ല. അതായത് ഒരാളുടെ ജീവൻ്റെ നഷ്ടം എന്നുള്ളത് കണക്കാക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഇത് ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ ബാധകമല്ല. പ്രോക്സിമേറ്റ് കോസോ കോസ പ്രോക്സിമ, സമീപസ്ഥ കാരണം. ഇൻഷുറൻസ് പോളിസിയിൽ പറഞ്ഞിട്ടുള്ള ഏത് കാരണം കൊണ്ടാണ് നഷ്ടം സംഭവിക്കുന്നത് ആ കാരണമാണെങ്കിൽ മാത്രം ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നൽകിയാൽ മതി. അതുപോലെ തന്നെ ഇത് ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ രണ്ടിലധികം കാരണങ്ങൾ ഒരു വസ്തുവിന് നാശനഷ്ടം സംഭവിക്കുന്ന സമയത്ത് ഉണ്ടായെങ്കിൽ ഏത് കാരണം കൊണ്ടാണ് ആ വസ്തുവിന് കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും കോമ്പൻസേഷൻ നഷ്ടപരിഹാരം നൽകേണ്ടത് തീരുമാനിക്കുന്നത്. സബ്രോഗേഷൻ, പരിത്യാഗം. ഈ പ്രിൻസിപ്പിൾ പ്രകാരം ഇൻഷുറൻസ് എടുത്തയാൾക്ക് നഷ്ടപരിഹാരം നൽകി കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം പിന്നീട് ഇൻഷുറൻസ് കമ്പനിക്കാവും ഉണ്ടാവുക. അതുവഴി അവർക്ക് നഷ്ടമുണ്ടാക്കാൻ കാരണക്കാരായവരിൽ നിന്ന് നിയമപരമായി നഷ്ടം ഈടാക്കാനുള്ള അവകാശവും ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടാവും. നെക്സ്റ്റ് വണ്ണാണ് കോൺട്രിബ്യൂഷൻ, വീതാംശം. ഒരേ വിഷയത്തിൻ്റെ മുകളിൽ 2 ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലാണ് ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. ഇവിടെ ഇൻഷുറൻസ് എടുത്തയാൾക്ക് നഷ്ടം ഉണ്ടാകുന്ന സമയത്ത് ഏത് ഇൻഷുററിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ അയാൾക്ക് മറ്റുള്ള ഇൻഷുറർമാരിൽ നിന്നും നഷ്ടപരിഹാരം ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. അങ്ങനെ ഒരു ഇൻഷുററിൽ നിന്ന് മാത്രം നഷ്ടപരിഹാരം ഈടാക്കുകയാണെങ്കിൽ മറ്റുള്ള ഇൻഷുറൻസ് കമ്പനികൾക്ക് നഷ്ടത്തിന് ആനുപാതികമായിട്ടുള്ള തുക ഈ ആരാണോ ഇൻഷുറൻസ് നൽകിയത്, നഷ്ടപരിഹാരം നൽകിയത്, ആ കമ്പനിക്ക് നൽകേണ്ടതായിട്ട് വരും. അതായത് ഡബിൾ ഇൻഷുറൻസ് ആണെങ്കിൽ വിഷയത്തിന് നഷ്ടം വരുന്ന സമയത്ത് എല്ലാ ഇൻഷുറർക്കും, അതായത് എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും ആ എമൗണ്ട് എത്രയാണോ അത് ആനുപാതികമായിട്ട് പങ്കുവെക്കേണ്ട ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് എടുത്ത ആൾക്ക് എല്ലാ ഇൻഷുറർമാരിൽ നിന്നുകൂടെ എത്രയാണോ യഥാർത്ഥത്തിൽ നഷ്ടം വന്നിട്ടുള്ളത് ആ എമൗണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. മിറ്റിഗേഷൻ, നഷ്ടലഘൂകരണം. ഈ പ്രിൻസിപ്പിൾ പ്രകാരം ഇൻഷുർ ചെയ്ത വസ്തുവിന് എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് എടുത്തയാൾ അവിടെ ഉണ്ടായേക്കാവുന്ന നഷ്ടം മാക്സിമം അയാൾക്ക് കഴിയുന്ന രീതിയിൽ തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനെ അപകടം ഉണ്ടാകുന്ന സമയത്ത് അയാൾ ഒരു സാമാന്യ ശ്രദ്ധ പോലും നൽകിയിട്ടില്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അവർക്ക് ലഭിക്കാവുന്ന നഷ്ടപരിഹാരം വരെ നിഷേധിക്കാനുള്ള ചാൻസ് ഉണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.